ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുന്നു. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും അകച്ചിട്ടില്ല. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല. അത് നിമിത്തം ഓരോ മനുഷ്യനും അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ വായിച്ച തിരുവചനത്താൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രേഷ്ഠനാമമാകുന്ന കർത്താവിന്റെ നാമം അനുഗ്രഹിക്കപ്പെട്ടിട്ട് നമ്മെ ശക്തീകരിക്കട്ടെ. സകല മഹത്വവും സ്വർഗാധീശത്തിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് ആയി ഭവിക്കട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ വിവാഹ ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുവാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിന് കാരണക്കാരായി തീർന്നിരിക്കുന്ന ഷൈനയും രമ്യയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്താൽ അനുഗ്രഹിക്കട്ടെ എന്നും ആദ്യമായി ഞാൻ ആശംസിക്കുന്നു. വിവാഹം മാന്യവും ശ്രേഷ്ഠവുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരൻ ഷൈൻ വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ തനിക്കായി ഒരുക്കിയിരിക്കുന്ന മണവാട്ടി രവിയെ ചേർത്തുകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് തീരുമാനമായതിൽ ഞാൻ സന്തോഷിക്കുന്നു. മാനുഷിക തീരുമാനങ്ങളല്ല നടക്കേണ്ടത്, മറിച്ച് ദൈവിക തീരുമാനങ്ങളാണ്. ദൈവ പദ്ധതിക്ക് നാം ചെവി കൊടുക്കുന്നുവെങ്കിൽ ജീവിതം വളരെ സുലഭവും അനുഗ്രഹീതമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചില ചിന്തകൾ മാത്രം വചനാടിസ്ഥാനത്തിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി വിവാഹ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം വിവാഹ വേളകളിൽ പതിവായി വായിക്കാനുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഭൗതിക ജീവിതത്തിൽ ഭാര്യ ഒരു പുരുഷന് ആവശ്യമെന്നും ഒരു സ്ത്രീക്ക് ഭർത്താവ് ആവശ്യമെന്നും വ്യക്തമായി ഈ വചനം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ പറയുന്നത് ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഇത് ആധുനിക ലോകമാണ്. സമത്വം ആഗ്രഹിക്കുകയാണ് എല്ലാ ആളുകളും. പണ്ടത്തെ പോലെയുള്ള സ്ത്രീകൾ പല രംഗങ്ങളിലും മുന്നേറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭർത്താവിന് വിധേയപ്പെട്ട് എല്ലാം അംഗീകരിച്ചു പോകണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച്
ദൈവനാമത്തിൽ ഭർത്താവിന് തലയാകുന്നു എന്ന് മനസ്സിലാക്കി ഭർത്താവിന് ഒരു പടി താഴെ നിന്നുകൊണ്ട് ജീവിതത്തെ ശോഭനമാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശ്രീമതി രമ്യയോട് ഞാൻ പറയട്ടെ, നിന്റെ ഭർത്താവായി നീ ഉൾക്കൊള്ളുവാൻ പോകുന്ന ഷൈൻ പീറ്റർ അവറുകളെ നിന്റെ ജീവിതത്തിലെ ആത്മിക തലങ്ങളിലൂടെ, ദാർശനികമാകുന്ന അനുഭവങ്ങളിലൂടെ ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്ന പുരുഷനാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഭർത്താവിനെ നീ കീഴടങ്ങി അനുസരണത്തോട് കാണണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഉദ്ബോധിപ്പിക്കുക. ഭർത്താവിന് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള പാപത്തിലൂടെ, ക്രിസ്തുവിന്റെ ഉപദേശ സംഹിതകളിലൂടെ നിന്റെ ഭർത്താവിനെ നീ ഉൾക്കൊള്ളുകയും കീഴടങ്ങുകയും ചെയ്യുമെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും മാന്യവും ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം നിനക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ തകർന്നു വീഴുന്ന അനവധി കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്നു, സംരക്ഷിക്കുവാൻ ആരുമില്ലാതായി തീരുന്നു. ഏതെങ്കിലും ബാലമന്ദിരങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നു. അവരുടെ ജീവിതം ദുരന്തപൂർണമായി തീരുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നിങ്ങളുടെ ജീവിതം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഭാര്യമാരെ ഭർത്താക്കന്മാർ കീഴടങ്ങി വരുന്ന ക്രിസ്തു വചനം അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇവിടെ ഭർത്താവിനോട് പറയുന്നു 25-ാം വാക്യത്തിൽ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹം അവ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരവസ്ഥയല്ല. ഇരിക്കിൽ അകപ്പെ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന ആ അർത്ഥമാണ് അകപ്പെ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഗ്രീക്കിൽ കണ്ടാൽ മനസ്സിലാക്കും. ദൈവസ്നേഹം. മറ്റു സ്നേഹത്തിന് വേറെ വാക്കുകളുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, മറ്റ് ഭാര്യ ഭർത്താവ് ബന്ധത്തിലുള്ള ഫീലിയ സ്നേഹത്തെ പോലെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി ക്രിസ്തു സഭയെ സ്നേഹിച്ചത് അകപ്പെ സ്നേഹം കൊണ്ടാണ്. ക്രിസ്തുവിനെ അടിച്ചപ്പോൾ, ക്രിസ്തുവിനെ കാത്തിച്ചു കുത്തിയപ്പോൾ, വിലാപത്ത് കുത്തിയപ്പോൾ, മുൾക്കിരീടമണിഞ്ഞപ്പോഴും ക്രിസ്തു അകപ്പെ സ്നേഹം കാണിച്ചു, ക്ഷമയുടെ സ്നേഹം. ആ സ്നേഹം ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഭാര്യയ്ക്ക് കാട്ടിക്കൊടുപ്പാൻ ഷൈൻ ജീവിതത്തെ ക്രമീകരിക്കുമെങ്കിൽ ധന്യവും ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം പ്രിയപ്പെട്ട മകന് ലഭിക്കും എന്നുള്ളതിന് സംശയം. ഭൗതിക ലോകത്തെ 3 ഘടകങ്ങളാൽ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 1 ആത്മീയം, 2 മാനസികം, 3 ശാരീരികം. ആത്മീയം അത് ഏതിൽ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രാകാലം മുതൽ തന്നെ വിശ്വാസത്തിൽ ഈ സംഭവത്തെ ലോകം അംഗീകരിക്കുകയാണ്. വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഗാഠനിദ്ര നൽകി. ഒരു കഥ ഞാൻ എഴുത്തുകാലത്ത് വായിക്കുകയുണ്ടായി. ഒരു സ്ത്രീ പുരുഷനെ ശരീരത്തിൽ തടവിട്ടവയിൽ നോക്കുകയാണ്. അപ്പം പുരുഷൻ ചോദിച്ചു, ഭർത്താവ് ചോദിച്ചു, എന്താ മനുഷ്യ നിങ്ങൾ എന്താ ഭർത്താവ് ചോദിക്കുകയാണ്, എന്താ സ്ത്രീയെ, എന്താണ് എന്റെ പ്രിയപ്പെട്ടവളെ നീ ഇങ്ങനെ എന്നെ തപ്പി നോക്കുന്നത്? വേറെ വാരിയിൽ വല്ല പോയിട്ടുണ്ട് ഒന്നിനുമുള്ളതാണ്, വിളക്കമാണെന്നതാണ്. രണ്ടുപേരും ഏതാണ്ട് അർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ്. രമ്യം മനോഹരമാണ്. മനോഹരമായ ജീവിതത്തിൽ രമ്യയുടെ പുഞ്ചിരിയിൽ, രമ്യയുടെ കാഴ്ചപ്പാടുകളിൽ, ജീവിതത്തിന്റെ ഓരോ കാൽവെട്ടിലും ഷൈൻ നിറയുവാൻ, തിളങ്ങുവാൻ, ജീവിതത്തിൽ രമ്യവും അതുപോലെ തന്നെ ഷൈനും നിറഞ്ഞു നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ആത്മീക, മാനസിക, ശാരീരിക ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സകലവിധമാർക്കുള്ള ദൈവിക അനുഗ്രഹങ്ങളും 2 കുഞ്ഞുങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷാസേന വിവാഹ ശുശ്രൂഷ. വിവാഹ പ്രമാണങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 പേർ വളരെ ശ്രദ്ധിച്ചു വായിക്കുന്ന ആ പ്രമാണങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസൃതമായി മറുപടി പറയേണ്ട സന്ദർഭങ്ങളിൽ മറുപടി പറയുവാൻ ദൈവാത്മാവിൽ ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ വിവാഹത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾ വരും. സിസ്റ്ററുടെ അനുഭവത്തിലേക്ക് വരികയാണ്. ഈ ഇവിടെ വായിക്കുന്ന പ്രമാണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണം. ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, കണ്ണുനീരിന്റെ താഴ്വരകൾ, പ്രതികൂലങ്ങൾ
ഇതൊക്കെ ഈ സംഭവിക്കാം. ആ വേളകളിൽ ഈ പ്രമാണങ്ങൾ നിങ്ങൾ അംഗീകരിച്ച് ആ വേളകളിൽ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ വഴി നടത്തും. മാത്രമല്ല, സന്തോഷത്തിന്റെ വേളകൾ ഉണ്ടാകുമ്പോൾ ഈ പ്രമാണങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുസ്മരിക്കുന്നത് നല്ലതാണ്. ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഈ വിവാഹം നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും നന്മയ്ക്കുമായി പ്രയോജനപ്പെടാമെങ്കിലും അക്കാര്യ സാധ്യതയിലേക്ക് മാത്രമല്ല ഞങ്ങൾ ഇതിനായി ഒരുങ്ങിയിട്ടുള്ളത് എന്ന് നിർവാജ്യം സമ്മതിച്ച് കൊള്ളും. എന്നാൽ ദൈവത്തെ കൂടുതലായി സേവിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും ഞങ്ങൾ പ്രാപ്തരാകുമെന്നും അതിനും പുറമെ രക്ഷാസൈന്യത്തിൽ ഉത്സാഹത്തോടെ ജയകരമായി പോരാടുന്നതിനും പ്രയത്നിക്കുന്നതിനും ഈ വിവാഹബന്ധം മുഖേന സാധിക്കുമെന്ന് വിശ്വസിക്കാനത്രേ ഞങ്ങൾ ഇതിനായി ആലോചിച്ചത്. ഞങ്ങളുടെ വിവാഹബന്ധം കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തോടുള്ള ഭക്തിയോ കൂട്ടുകാരോടുള്ള സ്നേഹമോ രക്ഷാസൈന്യത്തോടുള്ള വിശ്വസ്തതയോ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇവിടെ വെച്ച് വാഗ്ദത്തം ചെയ്യുന്നു. രക്ഷാസൈന്യത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആരുടെയെങ്കിലും അതിനിൽ പ്രവർത്തിക്കുന്നതിനോ കൊടുക്കുന്നതിനോ സഹായിക്കുന്നതിനോ ആയുള്ള എന്തിനെങ്കിലും ഞങ്ങൾ അന്യനും തടസ്സമായിരിക്കില്ല എന്ന് ആളാമൃതി വാഗ്ദത്തം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ ദൈവനാമ മഹിമയെ ഞങ്ങൾ ഏറ്റവും ഉന്നതമാക്കുമെന്നും ആത്മാക്കളുടെ രക്ഷയെ വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു. രക്ഷാസേനയിൽ നിന്നുകൊണ്ട് രക്ഷാസേനയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷയ്ക്കായി പോരാടുന്നത് പരിപൂർണമായും തുടർച്ചയായും സ്വയത്യാഗത്തെ അന്യോന്യം വർദ്ധിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്വാധീനതയെല്ലാം ഉപയോഗിച്ചു കൊള്ളാമെന്ന വാഗ്ദത്തം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനത്തെ ഒരു രക്ഷാസേന അംഗത്തിന്റെ അല്ലെങ്കിൽ ഒരു രക്ഷാസേന വീരന്റെ താമസ സ്ഥലം പോലെ എല്ലായ്പ്പോഴും പരിഗണിച്ച് അതിന് പ്രകാരം ക്രമപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞങ്ങളുടെ സ്വാധീനതയിലും അധികാരത്തിലും അതിൽ പാർക്കുവാൻ സൈന്യത്തിന് വിശ്വസ്തരും കൊള്ളാവുന്ന ശുശ്രൂഷകന്മാരുമാകുന്നതിന് വേണ്ട പരിശീലനം നൽകുമെന്നും ഞങ്ങൾ വാഗ്ദത്തം ചെയ്തു. വിശുദ്ധ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വീരർ എന്ന നിലയ്ക്ക് ഞങ്ങൾ യോജിച്ചോ വെവ്വേറെയോ ഞങ്ങളാൽ കഴിയുന്നിടത്തോളം പ്രയത്നിക്കുമെന്നും സൈന്യത്തിന്റെ നന്മയ്ക്കും ബാധകവും ഹാനികരവുമായിട്ടുള്ള ഒരിക്കലും സംഭവിക്കാത്ത അവയെ തടഞ്ഞു നിർത്തുന്നതിന് ഞങ്ങളുടെ ശക്തിക്കൊത്തവണ്ണം പ്രവർത്തിക്കാമെന്നും വാഗ്ദത്തം ചെയ്യുന്നു. ഞങ്ങളിൽ ആരെങ്കിലും ദീനത്താലോ മരണത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ കാര്യശേഷിയുള്ള വീരരാകാതെ പോയാൽ ശേഷിച്ചിരിക്കുന്നയാൾ സ്ത്രീയോ പുരുഷനോ അവന്റെയോ അവളുടെയോ ശേഷിക്കനുസരണമായി ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. മണവാട്ടി ശ്രദ്ധിക്കുക. ഈ കരാറിൻ പ്രകാരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് ഇരുവരും ഒരടി കയറി നിൽക്കുക. പ്രിയ സാക്ഷികളായി വന്നിരിക്കുന്നവരെ, നാം ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ഈ പുരുഷനെയും സ്ത്രീയെയും വിശുദ്ധ ബന്ധത്തിൽ യോജിപ്പിക്കുന്നതിന് കൂടി വന്നിരിക്കുകയാണ്. ഈ വിവാഹബന്ധം യേശുക്രിസ്തു ആശീർവദിക്കുന്നതും മനുഷ്യരുടെ ഇടയിൽ ആദരിക്കത്തക്കതുമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മണവാളനും മണവാട്ടിയും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾ ഇരുവരോട് ഉപദേശിക്കുന്നത് ഈ പുതിയതും വിശുദ്ധമായ ബന്ധത്തിൽ ബഹുമാനത്തോടും ചിന്തയോടും നിർമ്മലമായ ഉദ്ദേശത്തോടും ദൈവഭയത്തോടും വിവാഹ അവസ്ഥയുടെ ഉദ്ദേശം ശരിയായി ഗ്രഹിച്ചുകൊണ്ടും ഈ ബന്ധത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതും ആജ്ഞാപിക്കുന്നതും ഈ കരാറിൻ പ്രകാരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെ തന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ മറുപടി നൽകേണ്ടതാകയാൽ നിങ്ങൾ വിവാഹത്തിൽ ചേരാതിരിക്കത്തക്കവണ്ണം ന്യായമായ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രസ്താവിക്കണം. എന്തെങ്കിലും ന്യായമായ കാര്യം വിവാഹം നടത്താതിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. സന്തോഷം. മണവാളന്റെ പിന്നാലെ പറയാം. ഷൈൻ പീറ്റർ എന്ന പേരുള്ള ഞാൻ രമ്യ ജെയിംസ് എന്ന പേരുള്ള ഇയാളുമായി വിവാഹബന്ധത്തിൽ ചേർക്കപ്പെടുവാൻ പാടില്ലാത്ത ന്യായമായ
പാടില്ലാത്ത ന്യായമായ യാതൊരു തടസ്സവും അറിയുന്നില്ല എന്ന് ഭയഭക്തിയോട് ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു. മണവാട്ടിയുടെ പിന്നാലെ പറയാം. രമ്യ ജെയിംസ് എന്ന് പേരുള്ള ഞാൻ, ഷൈൻ പീറ്റർ എന്ന് പേരുള്ള ഇയാളുമായി വിവാഹബന്ധത്തിൽ ചേർക്കപ്പെടുവാൻ പാടില്ലാത്ത ന്യായമായ യാതൊരു തടസ്സവും അറിയുന്നില്ല എന്ന് ഭയഭക്തിയോട് ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു. മണവാള ശ്രദ്ധിക്കുക, ദൈവദൈവത്താൽ വിശുദ്ധ വിവാഹാവസ്ഥയിൽ ഒരുമിച്ച് വാഴുവാൻ ഈ സ്ത്രീയെ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഇവളെ സ്നേഹിച്ച് ബഹുമാനിച്ച് പരിപാലിക്കുകയും സർവവും ധരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന കാലമല്ല നിന്നെ അവൾക്കായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മണവാളൻ പറയണം, അതെ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. മണവാട്ടി ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നിയമത്തിൽ ഈ വിശുദ്ധ ബന്ധവസ്ഥയിൽ വിവാഹാവസ്ഥയിൽ ഒരുമിച്ച് വാഴുവാൻ ഈ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട സുഖത്തിലും ദുഃഖത്തിലും ഇവരെ ആശ്വസിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ഇവരെ എല്ലായ്പ്പോഴും സ്നേഹിച്ച് ബഹുമാനിക്കുകയും സർവവും ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ഇരുവരും ജീവനോടിരിക്കുന്ന കാലമെല്ലാം നിന്നെ അവനായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതെ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. സ്ത്രീയുടെ മണവാട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടയാൾ മുന്നോട്ട് കടന്നു വന്ന് വലതുകരം പിടിച്ച് മണവാളന്റെ വലതുകരത്തിലേക്ക് ഏൽപ്പിക്കുക. മണവാളൻ എന്റെ പിന്നാലെ പറയണം. ഷൈൻ പീറ്ററായ ഞാൻ രമ്യ ജെയിംസ് ആയതിനെ ഇന്നു മുതൽ എന്റെ വിവാഹ ഭാര്യയായും ഈ രക്ഷണ്യ യുദ്ധത്തിൽ എന്റെ സഹപ്രവർത്തകയായും കൈക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ നിയമപ്രകാരം നന്മയിലും തിന്മയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ച് ബഹുമാനിക്കുമെന്ന് യേശുക്രിസ്തുവിന്റെ സത്യപടയാളിയായി നിർമ്മലതയോട് വാഗ്ദാനം ചെയ്യുന്നതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും സാക്ഷികളായിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. മണവാട്ടി എന്റെ പിന്നാലെ പറയാം. രമ്യ ജെയിംസ് ആയ ഞാൻ ഷൈൻ പീറ്ററായ അങ്ങയെ ഇന്നു മുതൽ എന്റെ വിവാഹ ഭർത്താവായും ഈ രക്ഷണ്യ യുദ്ധത്തിൽ എന്റെ സഹപ്രവർത്തകയായും കൈക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ കൽപ്പന പ്രകാരം നന്മയിലും തിന്മയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ ബഹുമാനിച്ച് ശുശ്രൂഷിക്കുമെന്ന് യേശുക്രിസ്തുവിന്റെ സത്യപടയാളിയായി നിർമ്മലതയോട് വാഗ്ദത്തം ചെയ്യുന്നതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും സാക്ഷികളായിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ സർവശക്തനെ, ആദ്യ വിവാഹത്തെ മാനിച്ചതായ കർത്താവ്, ഈ വിവാഹ ശുശ്രൂഷ ഇത്രത്തോളം നീ കാത്ത പരിപാലിച്ചതുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹിച്ചു വിവാഹിതരായിരിക്കുന്നതിനുള്ള അടയാളമായി ചാർത്തുന്ന ഈ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ വിശുദ്ധിയുടെ അനുഭവം കടന്നു വരട്ടെ. കഴിയുന്ന ഷൈനും രമ്യയും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ഈ ബന്ധം കർത്താവ് യേശുവിനാൽ മുദ്രയിട്ടത് എന്ന് അവർ അറിയട്ടെ. ആളുകൾ മുഖേ സാക്ഷിയായിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഷാരിയുടെ പിന്നാലെ പറയണം. ദൈവത്തിനായി ജീവിച്ച് രക്ഷാസൈന്യ നിലയിൽ പോരാടുന്നതിന് ഇന്നേ ദിവസം നാം ചെയ്ത ഗൗരവമേറിയ വാഗ്ദാനങ്ങൾ പ്രകാരം നാം വിവാഹത്തിലായിരിക്കുന്നു എന്നുള്ളതിന് ഒരടയാളമായി ഈ വിവാഹ ചിഹ്നം ഞാൻ ഇനി അണിയിക്കുന്നു.